ആറന്മുള വള്ളസദ്യ വിവാദത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തി CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല എന്നതായിരുന്നു ഇന്നലത്തെ പോസ്റ്റ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ വിശ്വസിക്കില്ല, പൊറുക്കുകയും ഇല്ല എന്നതാണ് തിരുത്ത്. പ്രവീൺ പുരുഷോത്തമനുടെ വിശദാംശങ്ങളുമായി. പ്രവീൺ, വിഷയത്തിൽ എന്തായാലും മന്ത്രിയെ പിന്തുണച്ചുകൊണ്ടാണ് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റും സംസാരിച്ചത്. എന്താണിപ്പോൾ CPMന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ്? രാവിലെ 9:30 മുതൽ ഗ്രാമപഞ്ചായത്ത് ഹാളിലും സംഘടിപ്പിക്കുവാൻ ആറന്മുള അഷ്ടമി രോഹിണി വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്ത്രി ദേവസ്വം ബോർഡിന് കത്തയച്ചിരുന്നു. അതായത് അഷ്ടമി രോഹിണി വള്ളസദ്യയിൽ ആചാരലംഘനം നടന്നു എന്നായിരുന്നു തന്ത്രിയുടെ കത്ത്. ഈ കത്ത് വലിയ വിവാദമാവുകയും അവിടെ ഈ ആചാരലംഘനം നടന്നു എന്ന രീതിയിൽ അതിന്റെ ശുദ്ധിക്രിയകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണമെന്നൊരു അഭിപ്രായമൊക്കെ ഉയർന്നു വന്നിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഒരു FB പോസ്റ്റ് വന്നിരുന്നു. അതിൽ കൃത്യമായും മന്ത്രി VN വാസവൻ ഈ അഷ്ടമി രോഹിണി വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യാനെത്തിയത് കൃത്യസമയത്ത് തന്നെയാണ്. അവിടെ ആചാരലംഘനം നടന്നിട്ടില്ല, അതിന്റെ സമയക്രമങ്ങൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടാണ് CPI പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഒരു FB പോസ്റ്റ് ഇട്ടത്. പക്ഷേ FB പോസ്റ്റിന്റെ ഏറ്റവും അവസാനം ഭഗവാന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല എന്നായിരുന്നു ആ FB പോസ്റ്റിന്റെ ഏറ്റവും അവസാനം പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ആ ഒരു വാചകം തിരുത്തിയിട്ടുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ അത് വിശ്വസിക്കില്ല, പൊറുക്കുകയുമില്ല എന്നാണ് തിരുത്തായി ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇന്നലെ ഈ സമയക്രമങ്ങൾ ഉൾപ്പെടെ കൃത്യമായും രേഖപ്പെടുത്തിയിരുന്നു. മന്ത്രി VN വാസവൻ 10:00 ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തുകയും പിന്നീട് 11 മണിക്ക് ശേഷം അവിടെ ആനക്കൊട്ടിലിൽ ഭദ്രദീപം കൊളുത്തി അത് ഉദ്ഘാടനം ചെയ്യുകയും പിന്നീട് 11:45 ശേഷമാണ് അവിടെ ഊട്ടുപുരയിൽ സദ്യ കഴിക്കാൻ ഇരുന്നതെന്ന്, അങ്ങനെ എല്ലാ സമയക്രമങ്ങളും കൃത്യമായി കാണിച്ചുകൊണ്ടുള്ള ഒരു FB പോസ്റ്റ് ആയിരുന്നു CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഇന്നലെ പുറത്ത് വിട്ടത്. അതായത് ആചാരലംഘനം നടന്നിട്ടില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ഒരു FB പോസ്റ്റ് വന്നത്. പക്ഷേ അതിൽ ഇപ്പോൾ ഈ ഒരു വാചകത്തിൽ മാത്രം ഒരു തിരുത്ത് വരുത്തിക്കൊണ്ട് ഈ വള്ളസദ്യ നൽകിയതുമായി ബന്ധപ്പെട്ട് പൂർണ്ണ ഉത്തരവാദിത്തം പള്ളിയോട സംഘങ്ങൾക്കാണെന്ന് വ്യക്തമായിരുന്നല്ലോ. ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡുമായി വള്ളസദ്യ നൽകുന്നതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും തർക്കം നിലനിന്നിരുന്നുള്ള കാര്യം കൂടി പള്ളിയോട സേവാ സംഘങ്ങൾ വിശദീകരിക്കുന്നുണ്ടല്ലോ. അത്തരത്തിൽ ഒരു ഭിന്നത നിലനിൽക്കുന്നുണ്ടോ ഇവർ തമ്മിൽ? കാലങ്ങളായി ആറന്മുള ക്ഷേത്രത്തിൽ ഈ വള്ളസദ്യ നടത്തുന്നത് അതിന്റെ ഉത്തരവാദിത്വം പള്ളിയോട സേവാ സംഘത്തിനാണ്. വിവിധ കരകളിൽ നിന്നൊക്കെ ആളുകൾ എത്തുകയും പിന്നീട് ഈ വഴിപാടുകാർക്ക് വേണ്ടി അവിടെ വള്ളസദ്യ ഒക്കെ നടത്തുകയും ചെയ്യുന്നത് പള്ളിയോട സേവാ സംഘമാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ ഇടപെടുകയും കൂപ്പൺ നൽകിക്കൊണ്ട് വള്ളസദ്യ നൽകാനുള്ള ഒരു സൗകര്യം അവിടെ ഒരുക്കുകയും ചെയ്തു. കാരണം ദൂരദേശങ്ങളിൽ നിന്നും വരുന്ന ആളുകൾക്ക് സാധാരണ ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തിയാൽ മുൻകൂട്ടി ബുക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ വള്ളസദ്യ കഴിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സാധാരണ വഴിപാട് നടത്തുന്നവർക്കും അവർ ക്ഷണിക്കുന്ന ആളുകൾക്കുമാണ് ഈ ആറന്മുള വള്ളസദ്യ കഴിക്കാൻ കഴിയുക. അപ്പോൾ അതിനൊരു മാറ്റം വരണം എന്നാഗ്രഹിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിഷയത്തിൽ ഇടപെടുകയും കൂപ്പൺ പ്രസിദ്ധീകരിച്ചുകൊണ്ട് അത് ഓൺലൈൻ വഴി അതിനെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുകയും അങ്ങനെ കാസർഗോഡ് നിന്ന് പോലും പല ജില്ലകളിൽ നിന്ന് പോലും പത്തനംതിട്ടയിലെ ആറന്മുളയിലേക്ക് എത്തി ഈ ആറന്മുള വള്ളസദ്യ ഭക്തർ കഴിക്കുന്ന ഒരു രീതി അത് തുടങ്ങാനാണ് ദേവസ്വം ബോർഡ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ പള്ളിയോട സേവാ സംഘം ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. ഒറ്റ പ്രാവശ്യം മാത്രമാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൂപ്പൺ നൽകിക്കൊണ്ട് ആറന്മുള വള്ളസദ്യ ഈ ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ നടത്തിയത്. പക്ഷേ അന്ന് വലിയ തർക്കങ്ങൾ അവിടെ നടന്നു. ഈ പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ അവിടെ എത്തി ഈ വിവിധ ജില്ലകളിൽ നിന്നും കഴിക്കാൻ വന്ന ഭക്തരായിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ ഒരു തർക്കമൊക്കെ അവിടെ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു തർക്കം അവിടെ നിലനിന്നിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ ദേവസ്വം ബോർഡ് തന്നെയാണ് ഈ തന്ത്രിക്ക് ഒരു കത്തയച്ചത്. അതായത് അവിടെ ചില ലംഘനങ്ങൾ നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ തന്ത്രിയുടെ അഭിപ്രായം തേടിക്കൊണ്ടാണ് ദേവസ്വം ബോർഡ് ഒരു കത്തയച്ചത്. ആ കത്തിന് മറുപടിയായിട്ടാണ് തന്ത്രി ആചാരലംഘനം നടന്നു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത്. വ്യക്തമാണ്. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.